അനുമോളുടെ ഫാൻസ് ഇങ്ങനെ നോക്കിയിരിക്കുവാന്ന് എന്തെങ്കിലും വീണ് കിട്ടണേ ഭഗവാനെ, എന്തെങ്കിലും വീണ് കിട്ടണേ. കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും കഞ്ഞി കുടിച്ചു പോകണ്ടേ, അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് അനുമോളൊക്കെ ആ ഒരു അവസരം കിട്ടിയത്. അതിൻ്റെ അകത്ത് മറ്റേ നമ്മുടെ സ്റ്റാർ സിംഗർ വേദിയിലേക്ക് നോക്കുമ്പോഴേക്ക് അതിൻ്റെ അകത്ത് എല്ലാവരെയും വിളിച്ചിരുന്നു. അത് അനുമോളെ മാത്രമല്ല, അങ്ങനെ വിളിച്ചപ്പോഴേ ഏതായാലും ചിത്ര ഒരു സമ്മാനവും കാര്യങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ അനുമോള് പുറത്തു വന്നു. പുറത്തു വന്നതിന് ശേഷം അനുമോളുടെ ആൾക്കാർ ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബിന്നി പറയുന്നു. ബിന്നി ഇങ്ങനെ പറയും, ചിലപ്പോൾ PR കൊടുത്തിട്ടാണ് അതിൻ്റെ അകത്ത് കയറിയത്. ബിന്നി പറയും ചിലപ്പോൾ പൈസ കൊടുത്തിട്ടാണ് മോതിരം കിട്ടിയത്. ബിന്നി പറയും ചിലപ്പോൾ പൈസ കൊടുത്തിട്ടാണ് അവിടെയുള്ള ചാൻസുകളെല്ലാം കിട്ടിയത്. ബിന്നി പറയും ചിലപ്പോൾ അനുമോൾക്ക് ക്യാമറയ്ക്ക് മുന്നിൽ നല്ല സ്പേസ് കിട്ടിയത് ബിന്നിക്ക് പിന്നെ പൈസ കൊടുത്തിട്ടാണ് എന്നുള്ള തരത്തിൽ എല്ലാവരും ഇപ്പോഴും ബിന്നിന്റെ തലയിലോട്ടാണ് കയറുന്നത്. സംഭവം ശരിയാണ്, ബിന്നി അവിടെയുള്ള ഒരു കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ബിന്നിക്ക് നല്ല രീതിയിൽ അറ്റാക്ക് വന്നു. ബിന്നി നല്ല വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ നല്ല രീതിയിലാണ് ഗെയിം കളിച്ചോന്ന് ഞാൻ അവകാശപ്പെടുന്നേ ഇല്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തന്നെ ബിന്നി എന്ന് പറയുന്നയാൾ മോശം ഗെയിമർ തന്നെയാണ്. പക്ഷെ ഗെയിം എന്ന് പറയുന്നത് അവിടെ കഴിഞ്ഞില്ലേ, അത് കഴിഞ്ഞു. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ബിന്നി പുറത്തു വന്നു, പല കാര്യങ്ങൾക്കും നല്ല രീതിയിലുള്ള ഊക്ക് വാങ്ങിച്ചു കൂട്ടി, എല്ലാം വാങ്ങിച്ച് ബിന്നി പോവുകയും ചെയ്തു. വീണ്ടും 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിന്നിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കണ്ടന്റ് കിട്ടുമോ, ശൈത്യയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കണ്ടന്റ് കിട്ടുമോ, RJ ബിൻസിയെ കൊണ്ടുവന്നാൽ എന്തെങ്കിലും കണ്ടന്റ് കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് ഇപ്പോൾ. അനുമോളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ആലോചിച്ച് നോക്കണം. അവർക്ക് വേണ്ടത് തന്നെ വെറും കമന്റ് മാത്രമാണ്. കമന്റ് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ അന്വേഷിച്ചു കൊണ്ട് നടക്കുകയാണ്. എന്താണ് ഇന്നത്തെ കമന്റ്, എന്താണ് ഇന്ന്? ഇപ്പോൾ വേറൊരു കാര്യം കൂടി വന്നിട്ടുണ്ട്. അനീഷിന്റെ ആൾക്കാർ എന്തോ പറഞ്ഞു എന്നുണ്ട്. അതിന്റെ വീഡിയോ എടുക്കുക. അതിന്റെ വീഡിയോ ഇപ്പൊ എടുക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് കുറച്ചുകൂടി പഠിക്കാനുണ്ട്. പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്തോ എടുക്കുള്ളൂ. ഞാനല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു അന്തോ അല്ല, ഒരു കുന്തോ അല്ല. പക്ഷെ നല്ല രീതിയിൽ പഠിച്ചിട്ട് മുന്നോട്ട് ഞാൻ പോകും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒന്ന് ഹൈപ്പ് ചെയ്യണം. എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യണം. എന്നുവെച്ചാൽ ഹൈപ്പ് ചെയ്താൽ മാത്രമേ ഇതങ്ങോട്ട് കയറിപ്പോകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇപ്പോഴെല്ലാവർക്കും തന്നെ ഇപ്പൊ ബിന്നി ആയാലും മറ്റേവരായാലും ഇവരുടെ കാര്യം നോക്കി പോകാൻ തുടങ്ങി. അനുമോളായി കഴിഞ്ഞാലും അനുമോള് പറഞ്ഞിട്ട് എൻ്റെ പേരിലിടെ ആരും അടി കൂടല്ലേ. കാരണം എനിക്ക് അതിനൊന്നും ഇനി സമയമില്ല. ഇനി എനിക്ക് സിനിമ നോക്കണം, സീരിയൽ നോക്കണം, എൻ്റെ ജീവിതം നോക്കണം. അതുകൊണ്ട് ഇനിയും തന്നെ നിങ്ങൾ എന്നെ ദ്രോഹിക്കരുത് എന്ന് അനുമോള് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ കിടക്കുന്ന ഓമാർക്ക് എന്ന് പറഞ്ഞാൽ അതൊന്നും പോവില്ല, ചെവിയിലേക്ക് കയറൂല. ഇന്നലെ ഇപ്പോൾ അനുമോളും ബിന്നിയും മറ്റേവരും എല്ലാവരും ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ അവർ വിളിക്കവും മിണ്ടവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഓമാർക്ക് അതങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. ഇന്നലെ നമ്മൾ എല്ലാവരും കണ്ടതാണ്, അക്ബറിനോട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറെ കമന്റുകൾ വന്ന് കമന്റ് ഇട്ടത്. എന്തൊക്കെ അനാവശ്യങ്ങളാണ് പറഞ്ഞത്. അക്ബറിനോട് നീ എന്തിനാ സംസാരിക്കാൻ പോയത്, നൂറാനോട് നീ എന്തിനാ സംസാരിക്കാൻ പോയത്, ആദിലായോട് എന്തിനാ നീ സംസാരിക്കാൻ പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ അനുമോളുടെ ഫാൻസ് എന്ന് അവകാശപ്പെടുന്ന ചില ആൾക്കാർ അതാണ് ചെയ്യുന്നത്. അതായത് അനുമോൾ ഇപ്പൊ എങ്ങനെ നടക്കണം, എന്ത് ചെയ്യണം, എന്ത് ഡ്രസ്സ് ധരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാ 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 അവര് തന്നെ. ഇവരുടെ ഫാൻസ് എന്ന് പറയുന്ന ടീമുകൾ. അവര് പറയുന്ന പോലെ അവരുടെ ഇഷ്ടത്തിന് മാത്രമേ ഇനി എന്തും ധരിക്കാനും കാര്യങ്ങളും ഒക്കെ പറ്റുള്ളൂ. അതുപോലെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ അനുമോള് പോകുന്നത്. അനുമോളൊക്കെ അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനുമോള് ഇവരെ എല്ലാവരെയും ഒരു പടിക്ക് അപ്പുറത്ത് കയറ്റാതെ അവിടെ നിർത്തിച്ചിരിക്കുക. അനുമോള് പറഞ്ഞിട്ട് ഇങ്ങോട്ടാരും കയറല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടാരും കയറിയിട്ട് എന്നെ ആരും ദ്രോഹിക്കാണ്ടിരുന്നാൽ മതി. എനിക്ക് പറയും ഒരുപാട് പണികളുണ്ട്. പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും പോയിട്ട് ദ്രോഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ സ്റ്റാർ സിംഗറിൽ പോയിട്ട് അവിടെയുള്ള പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ പ്രകടനത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്ര ചേച്ചിക്ക് ഒരു സമ്മാനം കൊടുക്കണം തോന്നി, ചിത്ര ചേച്ചി സമ്മാനം കൊടുത്തേ. ആ കൊടുത്തതെന്ന് പറഞ്ഞാൽ ചിത്ര ചേച്ചിയുടെ പൈസ കൊണ്ടൊന്നും അല്ല. അതായത് അവര് അതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ടീം ഇന്ന സാധനം കൊടുക്കണം എന്ന് പറയുന്നതാണ്. അതായത് ആ കൊടുക്കുന്നതാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ചിത്ര ചേച്ചി അപ്പാട് ഊരിയിട്ട് കൊടുക്കാന്ന് ഓർക്കെന്താ വേറെ പണിയില്ലേ. അതുകൊണ്ട് ഞാൻ പറയാം, ഇത് ചിത്ര ചേച്ചി അല്ല കൊടുക്കുന്നത്. അതൊക്കെ കൊടുക്കുന്നത് ഏഷ്യാനെറ്റിന്റെ ആ ടീമുകളാണ്. അത് അവർ എപ്പിസോഡാണ്. അപ്പൊ ആ എപ്പിസോഡിൽ എന്ന് പറയുന്നത് ഇങ്ങനെ വരുമ്പോഴേ ഇവിടെ കിടന്നിട്ട് കുറെ എണ്ണം ഇവിടെ കിടന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് മെഴുകുകയാണ്. എന്തിനാ മെഴുകുന്നത്? അനുമോള് കപ്പ് കൊണ്ടുപോയി, ശരിയാണ്, അനുമോൾക്ക് കപ്പ് കിട്ടി പോട്ടെ, അത് കഴിഞ്ഞു. പിന്നെ ഇവിടെ വീണ്ടും വീണ്ടും വന്നിട്ട് അയ്യോ ബിന്നി അങ്ങനെ പറയുന്നേ, അയ്യോ ശൈത്യ ഇങ്ങനെ പറയുന്നേ, അയ്യോ മറ്റവർ ഇങ്ങനെ പറയുന്നേ, എന്തോ നാടേ ഇത്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. വെറുതെ വന്നിട്ട് ഇങ്ങനെ കുറെ എണ്ണം വന്നിട്ട് ഇപ്പൊ കുറെ എണ്ണം കുറെ കുറഞ്ഞിപ്പോ. ഇപ്പൊ ഒരു ബെല്ലെണ്ണാവുന്ന ഒന്നേ ഉള്ളൂ. ചാവേറുകൾ എന്ന് ഇവറ്റകളെ പറയാ. ഈ ചാവേറുകൾ വന്നിട്ട് ഇപ്പോഴെന്ന് പറയുന്നത് അങ്ങനെ അങ്ങ് മെഴുകലാ, കമന്റ് ഇട്ട് മെഴുകല്. അതെന്നെ വേറൊരു ഇതുമില്ല. എന്തെങ്കിലും രാവിലെ മുതൽ അനുമോൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോടേ, എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇങ്ങനെ നോക്കി നിൽക്കും. അത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് അങ്ങ് മെഴുകുകയാണ്. അയ്യോ ബിന്നി ഇങ്ങനെ പറഞ്ഞേ, ബിന്നി അങ്ങനെ പറഞ്ഞേ, ബിന്നി എവിടെ എന്തോ പറഞ്ഞേ, എന്തോന്നടേ ഇത്. ശൈത്യം എങ്ങനെ പറഞ്ഞു, ശൈത്യം അങ്ങനെ പറഞ്ഞു. ശൈത്യം എവിടെയോ പോയിട്ടുള്ളത് ഇപ്പോഴും. അതുപോലെ തന്നെ RJ ഇവരൊന്നും പറഞ്ഞാൽ വളരെ നല്ല ഗെയിമറാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ല അനുമോൾ അടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉടായ്പ് കളിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല ഉടായ്പുകാർ തന്നെയാണ്. ഞാൻ പറഞ്ഞ അവിടെ ഏറ്റവും നല്ല ഗെയിം കളിച്ചത് എന്ന് പറഞ്ഞാൽ അനീഷ് മാത്രമാണ്.
ബാക്കി എല്ലാവരും നല്ല രീതിയിൽ ഉടായ്പ നടത്തിയിട്ട് തന്നെയാണ് ഇവർ വിജയിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വീണവരും വാണവരും എല്ലാം ഉണ്ട്. അതായത് ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു ടീമായിട്ടാണ് ബിഗ് ബോസിൽ പോയത്. ഇവരെല്ലാവരെയും പിന്നെ എന്താ പറയുക അപ്രോച്ച് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു PR മാത്രമാണ്. അപ്പൊ ഇവരെല്ലാവരും പോയിട്ട് അവിടെ ഒരു കൂട്ടുകൃഷി എടുക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ വഴിക്ക് വെച്ചിട്ട് എല്ലാവരും അങ്ങ് തെറ്റി പിരിഞ്ഞുപോയി. അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ വേറെയൊന്നും അല്ല. ഇനിയിപ്പോ 16 ലക്ഷത്തിന്റെ കഥ അന്നും ഇന്നും പറയുന്നുണ്ടല്ലോ. എവിടെയെങ്കിലും അനുമോള് നിശ്ചയിച്ചിട്ടുണ്ടോ ഞാൻ പൈസ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇത് കഴിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ലാലേട്ടൻ പറഞ്ഞ ഒരു എപ്പിസോഡിൽ ലാലേട്ടൻ ഞാൻ കൊടുത്തിട്ടില്ല, ഇല്ല ബിഗ് ബോസിനെ ഞാൻ കൊടുത്തിട്ടില്ല. ഇപ്പൊ ഓനിയലിന്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഓനിയൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞ ബിഗ് ബോസിനോടിട്ട് പറഞ്ഞു എനിക്കിന്റെ ക്ലാരിറ്റി കിട്ടണം എന്ന് പറഞ്ഞു. അതിന്റെ ക്ലാരിറ്റി ഓനിയലിന് വാങ്ങിച്ചു കൊടുത്തു. അല്ലാതെ ഓനിയൽ ഞാൻ മിണ്ടാണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളാരെങ്കിലും അറിയോ ഓനിയൽ കുറ്റക്കാരൻ തന്നെയല്ലേ? അതുപോലെ തന്നെയല്ലേ ഇപ്പോഴും നമ്മുടെ ഈ അനുമോൾക്കും സംഭവിച്ചത്. അനുമോള് അവിടെ അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ പറയണമായിരുന്നു, ഇത് തെളിയിക്കണം, ഇതെനിക്ക് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി കിട്ടണം, അതല്ലേ പറയേണ്ടത്. അല്ലാതെ ഇതൊന്നും പറയാതെ വന്നിട്ട് പിന്നീട് പറയാ അയ്യോ ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന്. ഈ ബിന്നി പറഞ്ഞത് അവരെ നിഷേധിക്കാത്തിടത്തോളം കാലം എന്ന് പറഞ്ഞാൽ അവര് കുറ്റക്കാരി തന്നെയാണ്. ബിന്നി ഇനി എന്ത് ബോംബ് പൊട്ടിച്ചതായി കഴിഞ്ഞാലും ബിന്നി പറഞ്ഞത് സത്യമായിട്ടാണ് നമ്മളെല്ലാവരും കണക്കൂട്ടുന്നത്. ഇനി അവർ കൊടുത്തു പോലും കൊടുത്തില്ല പോലും അന്ന് നമുക്ക് വിഷയങ്ങളല്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം, അന്നു മുതൽ ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ PR അവിടെ അനുമോളുടെ അടുത്ത് ഇത് കൂടെ തന്നെയുണ്ട്. അപ്പൊ അവര് പൈസ മേണിച്ചാലും മേണിച്ചില്ലെങ്കിൽ അവരുടെ കാര്യം മാത്രമാണ്. എന്തൊക്കെയായാലും അവര് ജനങ്ങളെല്ലാവരെയും പറ്റിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു വമ്പൻ ചാനലിനെ തന്നെ പറ്റിച്ച് അവരെ കപ്പം കൊണ്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്ന് ആർമികളെ, എൻ്റെ പൊന്ന് അന്തം ഫാൻസുകളെ, നിങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും കൊണ്ടുവന്നിട്ട് എന്തിനാടോ ഓരോരാളുടെ പേരിൽ ഇങ്ങനെ വന്നിട്ട് അവരെ എന്തിനാ ഇങ്ങനെ പൊങ്കാലിടുന്നത്? നിങ്ങളുടെ വെറുപ്പും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഇടുന്ന ഓരോ കമന്റുകളും നിങ്ങളുടെ കുടുംബത്തെ എത്രമാത്രം ബാധിക്കുന്നുണ്ട് എന്നറിയോ? നിങ്ങൾക്ക് വീട്ടിൽ സമാധാനത്തോടുകൂടി കിടന്നിറങ്ങാൻ കഴിയുന്നില്ല. ചില ചേച്ചിമാരെയൊക്കെ കമന്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടുപോകും. അവർക്ക് വീട്ടിൽ സമാധാനമില്ല എന്നാണ് പറയുന്നത്. അനുമോളുടെ കാര്യം ആലോചിച്ചിട്ട് അനുമോളുടെ അച്ഛനമ്മമാർക്ക് പോലും അത്രത്തോളം ആദിയില്ല. ആ അനുമോളെയാണ് ഇവരെല്ലാവരും കൂടി ആദ്യം എടുക്കുന്നത്. അനുമോൾക്ക് എന്തെങ്കിലും സംഭവിക്കും, അനുമോൾക്ക് സംഭവിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ അനുമോളെ എല്ലാവരും വെറുക്കാൻ തുടങ്ങും. ഇത് തന്നെ ഞാൻ പറയുന്നത്. അനുമോളെ നിങ്ങൾ ഇങ്ങനെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ വെറുക്കും, തീർച്ചയായിട്ടും വെറുക്കും. ഇതുപോലെ ഇങ്ങനെ ഈ നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരെയും വെറുക്കും. അതുപോലെ നിങ്ങളെ കൂട്ടത്തിൽ അനുമോളിയും വെറുക്കും. അതുകൊണ്ട് പറയുകയാണ്, എൻ്റെ പൊന്നു ചങ്ങായിമാർ, നിങ്ങളൊരു കാര്യം ചെയ്യും. അതായത് ഇമാതിരി കോപ്രായങ്ങളൊന്നും കാണിക്കാതെ നിങ്ങൾ നിങ്ങളെ ജോലിയായിട്ട് പോകും, അതാ വേണ്ടത്. അല്ലാതെ എന്തിനാണ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ മെഴുകുന്നത്? എന്തൊരു അവസ്ഥ, വളരെ മോശമായ അവസ്ഥ തന്നെയാണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബിന്നിക്ക് ഇപ്പൊ എന്താ ഇവരെ ഏത് വിളിച്ചു കഴിഞ്ഞാൽ ബിന്നിക്ക് എന്താ, അതുപോലെ RJ ബെന്നി, അവർക്ക് എല്ലാവർക്കും വളരെ കണ്ടന്റ് തന്നെയാണ്. അവരവരുടെ പിന്നെ എന്താ പറയുക ഇപ്പോഴും കുറെ എണ്ണം പോയിട്ട് ഇങ്ങനെ അവരോട് പലതും ചോദിക്കുന്നു, അവർ പലതും പറയുന്നു, അതവിടെ കഴിഞ്ഞു. അല്ലാതെ ഇവിടെ വന്നിട്ട് എന്തിനാണ് ഇതിനെതിരെ ഒരു കമന്റ് ഇടുക, ഇതിനെതിരെ ഇത് ചെയ്യുക, അയ്യോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ഇതെന്ന് പറയുന്നത് ഒരു ജനങ്ങളെ മുഴുവൻ എന്ന് പറഞ്ഞ നെഗറ്റീവ് ആക്കുന്ന പരിപാടിയാണ്. ഞാൻ ഇങ്ങനെ സത്യത്തിൽ ആലോചിക്കുകയാണ്. കാരണം ഈ അനുമോളെ സ്നേഹിച്ചു എന്നുള്ളതിന്റെ കുറ്റത്തിൽ എത്രമാത്രം കുടുംബങ്ങളുടെ തകർന്നിരിക്കുന്നത്. അതായത് പല വീടുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർച്ചയെ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ അനുമോളുടെ ഈ നെഗറ്റീവ് കേട്ട് അവിടെ ഭർത്താവും ഭാര്യയും മക്കളും തെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലവിലിയാണ്. നന്ദി, നമസ്കാരം, ഇത്രയേ പറയാനുള്ളൂ. ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ടട്ടാ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.